വർണ്ണപ്പയട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഒരു വലിയ ഹിറ്റാകുന്നു. അല്ലെങ്കിൽ ഈ മമ്മൂക്ക, ലാലേട്ടൻ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കരിയറിൽ ഇങ്ങനെ ഒരു ഡിപ്പ് വരും, ഹിറ്റ് വരും, ഡിപ്പ് വരും, ഹിറ്റ് വരും, ഇങ്ങനെ അവരുടെ ഒരു കരിയർ ഗ്രാഫ് ഉണ്ടല്ലോ. അതിൽ വർണ്ണപ്പയട്ട് വളരെ നിർണായകമായിട്ടുള്ളൊരു നല്ല സിനിമയാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ബാബുച്ചേട്ടനൊക്കെ ഒരു ഏതാണ്ട് പുതിയ എഴുത്തുകാരൻ എന്നൊക്കെ പറയുന്ന ലിസ്റ്റപ്പെട്ട ആളും, തീർച്ചയായിട്ടും ശശിയേട്ടൻ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള വളരെ മാജിക്കുകൾ, അന്നേ ലെജൻഡാണ്. 90കളൊക്കെ ആകുമ്പോൾ തന്നെ ശശിയേട്ടൻ വലിയ ലെജൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുമാണ്. നിങ്ങളുടെ ഒരു കോംബോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ശശിയേട്ടനോട് എന്നൊരു കഥ പറയുന്നത്, നിങ്ങളെ ശശിയേട്ടൻ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ശശിയേട്ടനെ എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തുകയാണ്. അപ്പം ഞാനന്ന് ഈ 2-3 ചെറിയ സിനിമകൾ, അങ്ങനെ സ്റ്റാർ വാല്യൂ ഇല്ല എന്നുള്ളതല്ല, ലോ ബഡ്ജറ്റ് സിനിമകളൊക്കെ ചെയ്ത്. അപ്പോൾ ശശിയേട്ടനെ കണ്ടിട്ട് ഞാൻ ആദ്യം സംസാരിച്ചത് പറഞ്ഞ കഥ ഇപ്പോഴും സിനിമയായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ 1921 സിനിമയൊക്കെ ചെയ്ത സംവിധാനം എന്ന നിലയിൽ ഒരു പീരീഡ് ഫ്രീഡം ഫൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളൊരു സബ്ജക്റ്റാണ് പറഞ്ഞത്. മൂപ്പർക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. മൂപ്പർ പറഞ്ഞു, പക്ഷേ അതിന് പറ്റുന്നൊരു അവസ്ഥയിലല്ല സിനിമയിൽ പോകുന്ന, വലിയ ബഡ്ജറ്റ് സിനിമയായിരിക്കും ആണത്. അപ്പോൾ നല്ല കഥകളുണ്ടെങ്കിൽ പറയൂ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ശശാർ ഒരു ഹിന്ദി സിനിമ എന്നെ കാണിച്ചു. അത് ആ ഒരു മൂഡിൽ അതിൻ്റെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ളൊരു സബ്ജക്റ്റ് ആലോചിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു തിരക്കഥയൊക്കെ എഴുതി ശശാറിനെ വായിച്ച് കേൾപ്പിച്ചു. പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതങ്ങനെ ചെയ്യാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ജോക്കുട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ നാട്ടുകാരൻ ഫ്രണ്ട് സിനിമ ആലോചിക്കുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളി ആലോചിച്ച സിനിമ നടക്കാഴുകയും. അപ്പോൾ ശശിയാർ അന്നോട് പറഞ്ഞു, മോഹൻലാലിനെ പറ്റിയ കഥ വല്ലതും ഉണ്ടെങ്കിൽ നീ പറയണം, ലാൽ സാറ് ഒരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രൊഡ്യൂസറോട് പറഞ്ഞതുപോലെ ശശിയാർ ഇങ്ങനൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജോക്കുട്ടന് പോയിട്ട് ശശിയാറിൻ്റെ അടുത്ത് കഥ പറയുകയും ശശിയാർ കഥ ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റാണ്, ഫുൾ സ്ക്രിപ്റ്റായിട്ട് പോയത്. അങ്ങനെ പിന്നെ മൂപ്പരുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസ്, പുള്ളിയുടെ കുറച്ച് അഭിപ്രായങ്ങളും ഒക്കെ വന്നിട്ട് ലാൽ സാറിനെ പോയി കാണുന്നു. അപ്പോൾ എല്ലാം ഒരാഴ്ചക്കുള്ളിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. ലാൽ സാറിനെ കാണാൻ വേണ്ടി വീട്ടിൽ പോകുന്നു. അങ്ങനെയാണ് ലാൽ സാർ കഥ കേട്ട് അവിടെ വെച്ച് തന്നെ കൺഫേം ചെയ്യുന്നു. അവിടെ വെച്ച് തന്നെ പ്രോജക്റ്റ് ഓണാകുന്നു. പിന്നെ ഷൂട്ട് ഈ സിംഗപ്പൂരിലെ ഷൂട്ടിന് വേണ്ടി കുറച്ച് ഡിലേ ഒക്കെ വന്നുള്ളൂ, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞുള്ളൂ.